ഹേ ഗായ്സ്, ഐ എം ആദർശ് ഹിയർ. അപ്പോൾ ഇന്നത്തെ ഒരു ഫാം വിസിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഫാമിലോട്ട് പോകാം. അപ്പോൾ ഫാമിൽ കയറുന്നതിന് മുമ്പ് നമ്മൾ ഈ ഷൂ കവർ ഇടണം, എങ്കിൽ മാത്രമേ അവർ അകത്തേക്ക് കയറ്റൂ. അതിനുശേഷം നമ്മളെ കാല് ഒരു കെമിക്കലിൽ ഡിസിൻഫെക്റ്റ് ചെയ്യണം. ബയോസെക്യൂരിറ്റിൻ്റെ ഭാഗമാണേ. അത് കഴിഞ്ഞ് നമ്മൾ ഫീഡ് റൂമിലോട്ട് പോയി ഫീഡിനെയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി. അപ്പോൾ ഇതാണ് ഫീഡ് മിക്സ് ചെയ്യുന്ന മെഷീൻ. ഇതിനെ TMR എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അനിമൽസിനെ കാണാൻ വേണ്ടി അകത്തേക്ക് കയറി. അപ്പോൾ ഇതാണ് പുങ്കന്നൂർ പശു, ലോകത്തിലെ ഏറ്റവും ചെറിയ പശുവാണ്. അതിനുശേഷം കുട്ടികളെയൊക്കെ ഒന്ന് കണ്ടു, കുട്ടികളെയൊക്കെ ഒന്ന് കളിപ്പിച്ചു. പിന്നെ വലിയ പശുവുള്ള യൂണിറ്റിലേക്ക് പോയി. അപ്പോൾ ഇവിടെ കുറേ ബ്രീഡുകളുണ്ട്. ഈ പശു വല്ലാതെ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഏതൊക്കെ ബ്രീഡുകളാണ് ഉണ്ടെന്ന് സാറ് ഞങ്ങൾക്ക് പറഞ്ഞൊക്കെ തന്നു. ഇതാണ് താർപാർക്കർ. അപ്പം ഇത് നോർത്ത് സൈഡിലുള്ള ഒരു പശുവാണ്. ഈ പശു വല്ലാതെ ഞങ്ങളെടുത്ത് കളിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം സാറ് ഇതിൻ്റെ മെക്കാനിസം ഒക്കെ ഒന്ന് പറഞ്ഞു തരുമായിരുന്നു, ഈ ഷെഡിൻ്റെ. അപ്പോൾ ഇതിനെയാണ് ഹെഡ് ലോക്ക് എന്നാണ് ഇതിന് പറയുന്നത്. അതായത് ഫീഡ് കൊടുക്കുന്ന സമയത്ത് ഇത് ലോക്കായിരിക്കും. അതിനുശേഷം അവർക്ക് ഫുഡ് കഴിക്കാവുന്ന രീതിയിൽ അങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പശു ക്യാമറയ്ക്ക് പോസ് ചെയ്യുമായിരുന്നു. എന്നിട്ട് എല്ലാവരും മിൽക്കിംഗ് ഒക്കെ, അതായത് കറവയൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുമായിരുന്നു. ഞങ്ങൾ ഉച്ച കഴിഞ്ഞാൽ പോയത്. അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു രാജസ്ഥാനിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് പോയി, അതായത് കറവയുള്ള പശുക്കൾ അടുത്തേക്ക് പോയി. അപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ സ്പ്രിംഗ്ലർ ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ കുളിക്കുമായിരുന്നു എല്ലാവരും. അത് കഴിഞ്ഞ് നമ്മൾ മിൽക്കിംഗ് യൂണിറ്റിലേക്ക്, അല്ലെങ്കിൽ മിൽക്കിംഗ് പാർലറിലേക്ക് പോയി. അവിടെ കറവ നടക്കുന്ന സ്ഥലം, ഒരു 8 പശു ഒരു സമയം കറവ നടക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പ്രാക്ടിക്കൽ കഴിഞ്ഞു. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ.